ആകാശവാണി വാർത്താ വീക്ഷണം. ഇന്ത്യ ഖത്തർ സഹകരണം പുതിയ ഉയരങ്ങളിലേക്ക്. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം കൃഷ്ണ പ്രകൃതി. അറബ് രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സഹകരണം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. വിവിധ മേഖലകളിൽ വ്യാപിച്ചു കിടക്കുന്ന സഹകരണവും പരസ്പര വ്യാപാരവും ഇരു കൂട്ടർക്കും പൊതുവെ ഗുണകരമാണെന്നത് ചരിത്ര വസ്തുതയാണ്. ശക്തവും വളരുന്നതുമായ ഉഭയകക്ഷി ബന്ധം പങ്കിടുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും ഖത്തറും. ഖത്തറിന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിലൊന്നാണ് ഇന്ത്യ. ഖത്തറിലേക്കുള്ള ഇന്ത്യയുടെ പ്രധാന കയറ്റുമതിയിൽ ധാന്യങ്ങൾ, ചെമ്പ്, ഇരുമ്പ്, ഉരുക്കുൽപ്പന്നങ്ങൾ, പച്ചക്കറികൾ, പഴങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, സംസ്കരിച്ച ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, ഇലക്ട്രിക്കൽ, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, നിർമ്മാണ വസ്തുക്കൾ, തുണിത്തരങ്ങൾ, വസ്ത്രങ്ങൾ, രാസവസ്തുക്കൾ, വിലയേറിയ കല്ലുകൾ, റബ്ബർ എന്നിവ ഉൾപ്പെടുന്നു. ഖത്തർ ഇന്ത്യയിലേക്ക് പ്രധാനമായും ദ്രവീകൃത പ്രകൃതിവാതകം കയറ്റുമതി ചെയ്യുന്നു. ഇന്ത്യയുടെ മൊത്തം LPG ഇറക്കുമതിയുടെ 29% വഹിക്കുന്ന പശ്ചിമേഷ്യൻ രാജ്യമാണ് ഖത്തർ. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുടെ 2 ദിവസത്തെ ഇന്ത്യൻ സന്ദർശനം ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താനുള്ള സുവർണ അവസരമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഖത്തർ അമീറും തമ്മിൽ ന്യൂഡൽഹിയിൽ നടന്ന ചർച്ചയിൽ ഇരു നേതാക്കളും ചരിത്രപരമായ വ്യാപാര ബന്ധങ്ങളും ആഴത്തിൽ വേരൂന്നിയ ജനങ്ങൾ തമ്മിലുള്ള ബന്ധവും ശക്തമായ ഉഭയകക്ഷി ബന്ധവും അനുസ്മരിച്ചു. ഇന്ത്യയും ഖത്തറും തമ്മിൽ തന്ത്രപരമായ പങ്കാളിത്തം സ്ഥാപിക്കുന്നതിനുള്ള കരാറുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഖത്തർ അമീറിന്റെയും സാന്നിധ്യത്തിൽ ദേശീയ തലസ്ഥാനത്തെ ഹൈദരാബാദ് ഹൌസിൽ കൈമാറി. 2 കരാറുകളും 5 ധാരണാപത്രങ്ങളുമാണ് ഒപ്പുവച്ചത്. ഉഭയകക്ഷി തന്ത്രപരമായ പങ്കാളിത്തം സ്ഥാപിക്കുന്നതിനാണ് ആദ്യ കരാർ. അതിനു പുറമെ പുതുക്കിയ ഇരട്ട നികുതി ഒഴിവാക്കൽ കരാറും ഒപ്പുവച്ചു. ഖത്തർ എനർജിയും പെട്രോനെറ്റ് LNG ലിമിറ്റഡും തമ്മിൽ 2024 ഫെബ്രുവരിയിൽ ഒപ്പുവച്ച സുപ്രധാന കരാർ ഇരു നേതാക്കളും അവലോകനം ചെയ്തു. കരാർ പ്രകാരം ഖത്തർ 2028 മുതൽ 20 വർഷത്തേക്ക് ഇന്ത്യയ്ക്ക് പ്രതിവർഷം 7.5 ദശലക്ഷം മെട്രിക് ടൺ ദ്രവീകൃത പ്രകൃതിവാതകം വിതരണം ചെയ്യും. ഇന്ത്യയും ഖത്തറും ഊർജ്ജ സഹകരണം പങ്കിടുന്നതായും പരസ്പര നിക്ഷേപ സാധ്യത വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെ പങ്കാളിത്തം വിശാലമാക്കുന്നതിനുള്ള വഴികൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തതായും വിദേശകാര്യ സെക്രട്ടറി അരുൺ കുമാർ ചാറ്റർജി അറിയിച്ചു. സാമ്പത്തിക പങ്കാളിത്തം, ആർക്കൈവ്സ്, ഡോക്യുമെന്റേഷൻ, യുവജന കാര്യങ്ങൾ, കായികം എന്നിവയിൽ സഹകരിക്കാനും ധാരണാപത്രം ഒപ്പുവച്ചിട്ടുണ്ട്. ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള വ്യാപാരം പ്രതിവർഷം $14 ബില്യൺ. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇത് ഇരട്ടിയാക്കാനുള്ള നിർദ്ദേശവും ഇരു കൂട്ടരും അംഗീകരിച്ചു. ഖത്തറിലെ വിശാലമായ ഇന്ത്യൻ സമൂഹത്തിന് പ്രത്യേകിച്ച് കോവിഡ് മഹാമാരി സമയത്ത് നൽകിയ പിന്തുണയ്ക്ക് ഖത്തർ അമീറിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി പറഞ്ഞു. ഇന്ത്യയും ഖത്തറും ചരിത്രപരമായ വ്യാപാരത്തിലും ജനങ്ങൾ തമ്മിൽ ആഴത്തിൽ വേരൂന്നിയതും സൗഹൃദപരവുമായ ബന്ധമാണ് പുലർത്തുന്നതെന്ന് ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. ഒരു സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെടുന്നതിനായി ഗൾഫ് സഹകരണ കൌൺസിലുമായി ഇന്ത്യ സജീവമായി ചർച്ചകൾ നടത്തുകയും ഖത്തറുമായി സമാനമായ ഉടമ്പടിക്കുള്ള സാധ്യത ആരായുകയും ചെയ്തു. ഉഭയകക്ഷി ബന്ധം കൂടുതൽ ആഴത്തിലാക്കാനും വ്യാപാരം, ഊർജം, നിക്ഷേപം, സുരക്ഷ എന്നിവയിൽ സഹകരണം വർദ്ധിപ്പിക്കാനുമാണ് ലക്ഷ്യമിടുന്നത്. ഖത്തർ അമീറിന്റെ സാന്നിധ്യത്തിൽ ഇക്കാര്യം വിശദമായി വിലയിരുത്തുകയും ചെയ്തു. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഖത്തർ അമീറിന് രാഷ്ട്രപതി ഭവനിൽ വിരുന്ന് നൽകി. ഖത്തറുമായുള്ള ഇന്ത്യയുടെ ബന്ധം ചരിത്രപരമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ഇന്നവേഷൻ, ടെക്നോളജി, സ്റ്റാർട്ടപ്പുകൾ എന്നിവയിൽ സഹകരണം വിശാലമാക്കുന്നതിന് ഇന്ത്യയും ഖത്തറും തങ്ങളുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്തണമെന്നും രാഷ്ട്രപതി നിർദ്ദേശിച്ചു. ഇന്ത്യ ഖത്തർ ബന്ധം തന്ത്രപരമായ പങ്കാളിത്തം എന്ന തലത്തിലേക്ക് ഉയർത്തുന്നതിന് മാർഗരേഖ സൃഷ്ടിക്കുമെന്ന് ഇരു നേതാക്കളും സമ്മതിച്ചു. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ന്യൂഡൽഹിയിൽ ഖത്തർ അമീറിനെ സന്ദർശിച്ചു. ഫിഫ 2022 ഖത്തർ സന്ദർശന വേളയിൽ തനിക്ക് ലഭിച്ച ഊഷ്മളമായ സ്വീകരണം ധൻഖർ അനുസ്മരിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി തിങ്കളാഴ്ച ഇന്ത്യയിലെത്തിയ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിക്ക് രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ സ്വീകരണം നൽകി. ന്യൂഡൽഹി വിമാനത്താവളത്തിൽ ഖത്തർ അമീറിനെ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിന്റെ പ്രകടമായ ദൃഷ്ടാന്തമായി. ഇത് പരസ്പര ബന്ധത്തിന്റെ കരുത്തു മാത്രമല്ല, ഇരു നേതാക്കളും പരസ്പരം പുലർത്തുന്ന ഉയർന്ന വ്യക്തിപരമായ ആദരവും വെളിവാക്കുന്നു. മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും വ്യവസായ പ്രമുഖരും അടങ്ങുന്ന ഉന്നതതല പ്രതിനിധി സംഘവും ഖത്തർ അമീറിനൊപ്പം ഉണ്ടായിരുന്നു. ഭാവിയിലെ ഇന്ത്യ ഖത്തർ പങ്കാളിത്തം സുസ്ഥിരത, സാങ്കേതികവിദ്യ, സംരംഭകത്വം, ഊർജം എന്നിവയുടെ കരുത്തിലായിരിക്കുമെന്ന്
ഇന്ത്യ ഖത്തർ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ഗൾഫ് മേഖലയുമായി ഇന്ത്യ ആഴത്തിലുള്ള ചരിത്രപരവും സാമ്പത്തികവുമായ ബന്ധങ്ങൾ പങ്കിടുന്നു. ഗൾഫിലെ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷികളിൽ ഒന്നായ ഖത്തർ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയിൽ നിർണായക പങ്കുവഹിക്കുന്നു. ഇത് രാജ്യത്തിന്റെ മൊത്തം പ്രകൃതിവാതക ഇറക്കുമതിയുടെ 41% വരും. ദശലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികൾ താമസിക്കുന്നതും ഗൾഫ് മേഖലയിലാണ്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗണ്യമായ സംഭാവനയാണ് അവർ നൽകുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് അനുസരിച്ച് 2020-21 സാമ്പത്തിക വർഷത്തിൽ UAEയിൽ നിന്നുള്ള പണം $15.40 ബില്യൺ. ഇത് ഇന്ത്യയുടെ മൊത്തം പ്രവാസി പണം വരവിന്റെ 18%. സൗദി അറേബ്യ, UAE, ഖത്തർ, കുവൈറ്റ്, ഒമാൻ, ബഹ്റിൻ എന്നിവ ഉൾപ്പെടുന്ന GCC 2021-22 സാമ്പത്തിക വർഷത്തിൽ $154 ബില്യൺ ഉഭയകക്ഷി വ്യാപാരം നടത്തുന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി കൂട്ടായ്മയാണ്. ഇന്ത്യ ഖത്തർ ബന്ധത്തിന്റെ സാംസ്കാരിക മാനവും പ്രധാനമാണ്. ഖത്തറിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹം ഇന്ത്യക്കാരാണ്. ഏകദേശം 8.5 ലക്ഷത്തോളം പേർ ഇവിടെ താമസിക്കുന്നു. സാധാരണ തൊഴിലാളികൾക്ക് പുറമെ മെഡിസിൻ, എഞ്ചിനീയറിംഗ്, വിദ്യാഭ്യാസം, ധനകാര്യം, ബാങ്കിംഗ്, ബിസിനസ് എന്നിവയുൾപ്പെടെയുള്ള വിവിധ തൊഴിൽ മേഖലകളിൽ നിരവധി പേർ പണിയെടുക്കുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാംസ്കാരികവും സാമൂഹികവുമായ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഈ വൈവിധ്യമാർന്ന സാന്നിധ്യം നിർണായക പങ്കുവഹിക്കുന്നു. ഇന്ത്യ ഖത്തർ വ്യാപാര നിക്ഷേപ ഫോറം പോലുള്ള രാജ്യാന്തര വേദികളിലൂടെ നിക്ഷേപ പ്രവാഹം വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും പ്രവർത്തിക്കുന്നു. ഇന്ത്യയും ഖത്തറും തങ്ങളുടെ വ്യാപാരം വിപുലീകരിക്കാനും പുനരുപയോഗ ഊർജ്ജം, ഫിൻടെക്, സ്റ്റാർട്ടപ്പുകൾ, സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണത്തിന്റെ പുതിയ മേഖലകൾ പര്യവേഷണം ചെയ്യാനും താൽപര്യപ്പെടുന്നു. ഖത്തർ അമീറിന്റെ ഇന്ത്യ സന്ദർശനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഖത്തർ ഇന്ത്യ ബന്ധം അടുത്ത കാലത്തിലായി വളരെയധികം മെച്ചപ്പെട്ടു. വിപുലീകരിച്ച പശ്ചിമേഷ്യൻ അയൽപ്പക്കങ്ങളുമായുള്ള ഇടപഴകൽ തീവ്രമാക്കുന്നതിനും ഊർജ്ജ സുരക്ഷാ ആവശ്യകതകൾ ഉറപ്പാക്കുന്നതിനുമുള്ള ഇന്ത്യയുടെ നയവുമായി ഇത് സമന്വയിപ്പിക്കുന്നു. വരും വർഷങ്ങളിൽ വിവിധ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധരാണ്. അതുകൊണ്ടുതന്നെ ഇന്ത്യ ഖത്തർ ബന്ധം തുടർന്നും വളരുമെന്ന് ഇരു രാജ്യങ്ങളും പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. ഇന്ത്യ ഖത്തർ സഹകരണം പുതിയ ഉയരങ്ങളിലേക്ക്.